ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ദേവയുടെയും കൺമണിയുടെയും വിവാഹത്തിൻ്റെ പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോകുന്ന അച്ഛനോട് അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കൺമണി. അപ്പോൾ അവന്തിക ചെന്നിട്ട് കൺമണിയോട് പറയുക, കൺമണി, നിനക്ക് ഭ്രാന്താണോടി? നിങ്ങളുടെ വിവാഹത്തിന് ഒരു കുറവും വരാതിരിക്കാനാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നീ കരുതുന്ന പോലെയൊന്നും അല്ല. മറ്റുള്ളവർക്കൊപ്പം നിന്നെ കൊണ്ടുവരാനാ അച്ഛൻ ശ്രമിക്കുന്നത്. എന്നിട്ട് കനകത്തോട് പറഞ്ഞു, കനകേച്ചി, സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം. അല്ലാതെ ഇവള് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കരുത്. അപ്പോൾ കനകം പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, ഇവളുടെ കല്യാണത്തിൻ്റെ പാർട്ടി നടക്കാമെന്ന് വെച്ചാൽ എനിക്ക് അതിലും വലിയ സന്തോഷമുള്ളൊരു കാര്യമില്ല. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. അടുക്കളയുടെ ഭാഗത്തേക്ക് ഒരാളും തിരിഞ്ഞു നോക്കണ്ട. എല്ലാം ഞാൻ ചെയ്തോളാം. എന്നിട്ട് അവന്തിക കൺമണിയോട് പറഞ്ഞു, കൺമണി കേട്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീ എൻ്റെ അടുത്തേക്ക് വരണം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. അവന്തിക പോയതും കനകം വന്നിട്ട് കൺമണിയോട് പറയാ, എന്തിനാ മോളെ 600 ആളുകൾ? ഇങ്ങനെ കൂടെ നിൽക്കുന്നൊരച്ഛൻ പോരെ? അപ്പോൾ കൺമണി പറഞ്ഞു, അച്ഛൻ കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ അച്ഛൻ ഒറ്റപ്പെടുന്നുമുണ്ട്. അത് കനകേച്ചിക്കറിയോ? അപ്പോൾ കനകം പറയാ, എൻ്റെ പൊന്നു മോളെ, ഇവരൊക്കെ എത്ര കാലം അച്ഛനോട് മത്സരിക്കും? അച്ഛൻ്റെ കയ്യിൽ കിടക്കുന്ന കാശിലാ ഇവരുടെയൊക്കെ നോട്ടം. അച്ഛനൊന്നും മുറുക്കി പിടിച്ചാ വാലും ചുരുട്ടി പട്ടിയെ പോലെ എല്ലാം പിന്നാലെ വെക്കോളും. അപ്പോൾ കൺമണി പറയാ, വേണ്ട, സംസാരിക്കാൻ അവസരം തന്നാൽ കനകേച്ചി ഒത്തിരി പറയും. ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ. അങ്ങനെ അച്ഛൻ്റെ മുറിയിലേക്ക് കൺമണി പോവാൻ തുടങ്ങിയതും കനകം കൺമണിയോട് പറഞ്ഞു, ഒരു കല്യാണം, അതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ചടങ്ങുകൾ, ഇതൊക്കെ ഒരു പെണ്ണിന് ജീവിതാവസാനം വരെ കാത്തുവെക്കാനുള്ള ഓർമ്മകളാണ്. അതൊന്നും മോള് വേണ്ടാന്ന് വെക്കരുത്. സ്നേഹം കൊണ്ടാ കനകേച്ചി പറയുന്നത്. ഇത് കേട്ടതും കൺമണി ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേസമയം അമ്മയെ ചൂടുപിടിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് സ്വപ്ന. സ്വപ്ന വന്ന് അമ്മയോട് ചോദിക്കുക, അമ്മ അറിഞ്ഞില്ലേ നാളത്തെ പാർട്ടിയുടെ കാര്യം? അച്ഛൻ അമ്മയെ വെല്ലുവിളിക്കാൻ തന്നെ ഉദ്ദേശിച്ചാണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, നടത്തട്ടെ, ഞാനീ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ സ്വപ്ന പറയാ, അതുകൊണ്ട് എന്താ കാര്യം അമ്മേ? വന്നു കയറുന്ന വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ അമ്മ മോശക്കാരിയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ ചോദിക്കുക, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വാതിക്ക് ചെന്ന് നിന്ന് എല്ലാവരെയും എതിരേൽക്കണോ? അപ്പോൾ സ്വപ്ന പറയാ, അങ്ങനെയല്ലമ്മേ, ഈ പാർട്ടിക്ക് അച്ഛനും ദേവയും വിളിക്കാത്ത ഒരാളെ അമ്മ വിളിക്കണം. അപ്പോൾ അമ്മ ചോദിച്ചു, ആരെ? അപ്പോൾ സ്വപ്ന ചോദിക്കുക, അമ്മ മധുരിമയ്ക്ക് ഫോൺ ചെയ്തപ്പോൾ അവൾ എന്താ പറഞ്ഞത്? അപ്പോൾ അമ്മ പറയാ, അവൾ കുറേ കരഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വസിച്ചതുപോലെ തോന്നി. അപ്പോൾ സ്വപ്ന പറയുക, ആ ആശ്വാസവും അവളുടെ പ്രതീക്ഷയുമാണ് നാളത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം. അമ്മ പാർട്ടിക്ക് അവളെ വിളിക്കണം, നിർബന്ധമായും വരാൻ പറയണം. അപ്പോൾ അമ്മ പറഞ്ഞു, അവളിപ്പോൾ ഇവിടെ വന്നാൽ അതാർക്കും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ സ്വപ്ന ചോദിക്കുക, അമ്മയുടെ മനസ്സിലെ തീരുമാനം എന്താ? കൺമണി അംഗീകരിക്കാനൊന്നും അല്ലല്ലോ. ദേവയുടെ ഭാര്യയായി എന്നായാലും മധുരിമ വരണമെന്നല്ലേ? അതിന് ഇതിനേക്കാൾ നല്ലൊരവസരം വേറെ ഇല്ല. നാളെ മധുരിമ വന്ന് കയറുമ്പോൾ അവൾ ആരെന്നുള്ള ചോദ്യം വരും. അവളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടും. വന്ന് കയറിയവരുടെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിശദീകരിക്കട്ടെ. അമ്മ അവളെ വിളിക്ക്. അപ്പോൾ അമ്മ പറയാ, അവൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ സ്വപ്ന പറയാ, എനിക്ക് പ്രതീക്ഷയുണ്ട്. ദേവയുടെ മനസ്സിൽ അവൾ മാത്രമാണെന്ന് മധുരിമയ്ക്ക് നന്നായിട്ട് അറിയാം. അതിനൊരു പിൻബലമായി അമ്മയുടെ വാക്കുകൾ കൂടി ഉണ്ടാകുമ്പോൾ അവൾ ഓടി വരും. പക്ഷേ അങ്ങനെ അമ്മ വിളിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ ഇന്ന് മറ്റൊരു കാര്യം നടക്കാൻ പാടില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, എന്ത്? അപ്പോൾ സ്വപ്നം പറയാ, വിവാഹം കഴിഞ്ഞ് ദേവയും കൺമണിയും ഗുരുജിയുടെ ആശ്രമത്തിൽ പോയി അനുഗ്രഹം വാങ്ങി വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അതായത് അവരുടെ ദാമ്പത്യം ഇന്ന് തുടങ്ങുകയാണെന്ന്. ഇന്നാണ് അവരുടെ ആദ്യ രാത്രി. ഒരു മുറിയിൽ അവർ ഒന്നിച്ച് പങ്കിട്ട ശേഷം അവരെ തമ്മിൽ വേർപിരിക്കാൻ ബുദ്ധിമുട്ടാ. മധുരിമ വരുമെങ്കിൽ, അമ്മയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ദേവയും കൺമണിയും തമ്മിൽ ഇന്നൊരു ആദ്യ രാത്രി നടന്നുകൂടാ. അപ്പോൾ അമ്മ ചോദിക്കുക, അതിന് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ സ്വപ്നം പറയാ, ആദ്യം അമ്മയുടെ ഈ ടെൻഷനൊന്ന് കളാ. മനസ്സിന് കുറച്ച് ബലം കൊടുക്ക്. മരുമകൾ മധുരിമ തന്നെ എന്ന് ഉറപ്പിക്ക്. അപ്പോൾ അമ്മയുടെ മുന്നിലും മാർഗങ്ങൾ തെളിഞ്ഞു വരും. അമ്മേ, അല്പം ആചാരങ്ങളൊക്കെ പാലിക്കുന്ന തറവാടല്ലേ നമ്മുടേത്? ജ്യോതിഷവും പൂജയും ഒക്കെയുള്ള തറവാട്. പൂജാരിയുടെ വാക്കുകളായിട്ട് ഏതെങ്കിലും വിധത്തിൽ അത് തടഞ്ഞു നിർത്താൻ അമ്മ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ അമ്മ ഒന്നിങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഉടനെ സ്വപ്ന അമ്മയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ കൂടെ ഞങ്ങളുണ്ട്. നാളെ അമ്മയെ കാണാൻ വരുന്ന മധുരിമ പിന്നെ ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പാടില്ല.
അമ്മയുടെ കഴിവ് ഞങ്ങൾ അളക്കുന്നത് അക്കാര്യത്തിലാണ്. അതുപോലെ ഇന്നത്തെ രാത്രിയിലെ തീരുമാനവും അമ്മയുടേത് തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അമ്മ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഞാൻ പിന്നെ വരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി വിഷം അമ്മയുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് പോവുകയാണ് സ്വപ്ന. അപ്പോൾ അമ്മയും എന്തോ തീരുമാനിച്ചുറപ്പിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം അച്ഛൻ ആൺമക്കളുമായിട്ട് പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അച്ഛൻ പറയുക, ഏറ്റവും അടുത്തവരെന്ന് പറഞ്ഞാലും ഞാൻ നോക്കുമ്പോൾ എണ്ണത്തിൽ നിൽക്കുന്നില്ല, എന്നാലും പരാതിക്കാരുണ്ടാവും. അപ്പോൾ രവിശങ്കർ പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ അച്ഛാ, അല്ല ഈ ചുറ്റുപാടുള്ളവരൊക്കെ വേണ്ടേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിന് നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾ മാത്രം മതി, എന്താ? അപ്പോൾ വിജയ് പറയുക, അച്ഛാ ഫുഡ് ഏർപ്പാടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ അച്ഛൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അയ്യോ അത് വേണ്ടായേ, കഴിഞ്ഞ ഏത് ഫംഗ്ഷനായിരുന്നു നീ ഫുഡ് അറേഞ്ച് ചെയ്തത്? അപ്പോൾ വിജയ് ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കുക, അന്ന് എന്താ സംഭവിച്ചത്? എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ടും ഫുഡ് സമയത്തിന് എത്തിയിരുന്നോ? അപ്പോൾ വിജയ് പറയാം, അത് അന്ന് പിന്നെ വായനാ സമരം ആയിരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ എല്ലാവരും നിന്ന് ചിരിക്കുക. അപ്പോൾ അച്ഛൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരുന്നവരെ എന്തായാലും പട്ടിണിക്കിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫുഡ് വരണം, അത് ഞാൻ തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ ഉടനെ അരവിന്ദ് പറഞ്ഞു, അല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. അപ്പോൾ അച്ഛൻ പറയുക, എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്നും ചെയ്യണ്ട, വരുന്നവരെ നല്ല വസ്ത്രമിട്ട് നല്ല ചിരിയിൽ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ തലയാട്ടി നിൽക്കുകയാണ് അരവിന്ദ്. അപ്പോൾ ദേവ ചോദിക്കുക, അച്ഛാ എനിക്ക് ഡ്യൂട്ടി ഉണ്ടോ? അപ്പോൾ അച്ഛൻ പറയുക, പിന്നെ നിന്നെ കാണാനല്ലേ ആൾക്കാർ വരുന്നത്. വരുന്നവർക്ക് ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, അവളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങി നിന്നോ എൻ്റെ പൊന്നുമോൻ. അപ്പോൾ ദേവ ചിരിച്ചുകൊണ്ട് പറയാ, അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛാ. അപ്പോൾ രവിശങ്കർ ചോദിക്കുക, അല്ല നമ്മുടെ ബന്ധുക്കളിൽ വിശേഷിച്ച് ആർക്കാ കൺമണിയെ അറിഞ്ഞുകൂടാത്തത്? പിന്നെ നമ്മുടെ കുടുംബം കൂടി അംഗീകരിച്ചു എന്നറിയുമ്പോൾ അവർക്കാർക്കും ഒന്നും ചോദിക്കാനുണ്ടാവില്ല. അപ്പോൾ അച്ഛൻ പറയാ, ഉണ്ടാവും, നമ്മൾ അങ്ങനെ കാണണം. ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ചടങ്ങിനൊക്കെ ചില അവതാരങ്ങളുണ്ടാവും വരാനായിട്ട്. എന്തിലും ഏതിലും കുറ്റവും കുറവും മാത്രം കാണാൻ വേണ്ടി ജന്മമെടുത്തവർ. ചടങ്ങ് അലങ്കോലമാക്കാൻ അവരാൽ കഴിയാവുന്നൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ ദേവ പറഞ്ഞു, അച്ഛാ അങ്ങനെ ആരെങ്കിലും വന്നാൽ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അപ്പോൾ വിജയിനെ വിളിച്ചുകൊണ്ട് അമ്മ അങ്ങോട്ട് വരികയാണ്. അമ്മയെ കണ്ടതും അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു, സുശീലേ ഞങ്ങൾ നാളത്തെ പാർട്ടിയുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അത് ചർച്ച ചെയ്യാൻ വന്നതല്ല, വിജയ് ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങനെ വിജയെ മാറ്റി നിർത്തി അമ്മ വിജയോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വിജയ് ചോദിച്ചു, എന്താ അമ്മേ? അപ്പോൾ അമ്മ പറയുക, ദേവയുടെ വിവാഹം നടന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയാൻ ഞാനൊരു ജോത്സ്യനെ വിളിച്ച് ചോദിച്ചിരുന്നു. എനിക്ക് എൻ്റെ മോൻ്റെ ഭാവി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് പല പരിഹാര പൂജകളും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം. കൂട്ടത്തിൽ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചു, ഇന്നത്തെ ദിവസം നല്ലതല്ല, അവരുടെ രണ്ടുപേരുടെയും നക്ഷത്രങ്ങൾ വെച്ച് അപകടമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങാൻ പാടില്ല. അമ്മ ഈ പറയുന്നതൊക്കെ അച്ഛനും ദേവയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിജയോട് പറയാ, ദേ നീ അത് നിന്റെ അനുജനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവ പറഞ്ഞു, അമ്മേ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അമ്മയ്ക്കിത് എന്നോട് പറഞ്ഞൂടെ? അപ്പോൾ അമ്മ പറയാ, ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എതിർക്കണമെന്നാണല്ലോ നിന്റെ മനസ്സിൽ. നിന്നെ അതിന് പ്രേരിപ്പിക്കാനും ആളുകളുണ്ടാകും, അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞേൽപ്പിക്കേണ്ടി വന്നത്. ഇതും പറഞ്ഞ് അമ്മ അങ്ങ് പോകുമ്പോഴേക്കും അച്ഛൻ പിന്നീന്ന് വിളിച്ചു, സുശീലേ സാധാരണ നമ്മൾ പോകാറുള്ളത് നമുക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്താണ്, അതിലാരാ തന്നോട് ഈ നിർദ്ദേശം പറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞു, അത് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കുക, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. കല്യാണം മുടക്കികളും അത്താഴം മുടക്കികളും ഒക്കെ ആയിട്ട് ജ്യോത്സ്യന്മാർ ഒരുപാട് പേരുണ്ട്, അവർക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണെങ്കിലോ? അപ്പോൾ അമ്മ പറയാ, അബദ്ധം പറ്റിയത് ഇവിടെയല്ലേ, അത് ദുരന്തമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പറ്റുമെങ്കിൽ അനുസരിക്കുക, അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്നും പറഞ്ഞ് അമ്മ അങ്ങ് കയറിപ്പോയി. ഇതും പറഞ്ഞിട്ട് അമ്മ പോയതും അച്ഛൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അമ്മയുടെ തറവാട് പരിസരത്ത് ഉഗ്രപ്രതാപികളായ ചില ജ്യോത്സ്യന്മാരൊക്കെ ഉള്ളതാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെ ആരെയോ അമ്മ വിളിച്ചിട്ടുണ്ടെന്നാ. അപ്പോൾ വിജയും പറഞ്ഞു, അതെ അച്ഛാ, അല്ലെങ്കിലും ആചാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാണല്ലോ അമ്മ. ദേവയുടെ തീരുമാനം എന്താണെന്ന് പറയട്ടെ. അപ്പോൾ അച്ഛനൊന്ന് ആലോചിച്ചിട്ട് ദേവയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തായാലും സുശീലയുടെ പ്രശ്നം ഇന്നൊരു രാത്രിയല്ലേ, ദേവയും കൺമണിയും ഇന്നത്തെ രാത്രി കഴിഞ്ഞ് ഒന്ന് ചുറങ്ങിയാൽ മതി. ഒരു രാത്രി ജീവിതത്തിൽ ഒരുപാട് വലുതല്ല, പക്ഷെ അടുത്ത രാത്രിയും പുതിയ കഥകളുണ്ടായാൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അമ്മ അങ്ങനെയല്ലല്ലോ ആവേണ്ടത്. അപ്പോൾ വിജയ് ദേവയോട് പറഞ്ഞു, ദേവ നീ എന്തായാലും അമ്മയെ പിണക്കാൻ നിൽക്കണ്ട, ഈ ഒരു ചെറിയ കാര്യമല്ലേ അമ്മ ആവശ്യപ്പെട്ടുള്ളൂ, അതങ്ങ് നടത്തി കൊടുക്ക്. അപ്പോൾ അരവിന്ദ് പറയാ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കറിയാം
നിനക്ക് അവളുമായിട്ട് ഒന്നിച്ചുറങ്ങാനുള്ള മൈൻഡ് സെറ്റൊന്നും ആയിട്ടില്ല എന്ന്. അതിനൊരു സാവകാശം കിട്ടിയെന്ന് കരുതിയാൽ മതി. ഇതും പറഞ്ഞ് ചേട്ടന്മാരങ്ങ് പോയപ്പോൾ രവിശങ്കർ ദേവയോട് പറഞ്ഞു, ദേവ, വിശ്വാസികളുള്ള തറവാട്ടിൽ എന്നും ജ്യോത്സ്യന്മാരും അവരുടെ പലകയും ഒരുപാട് കാര്യങ്ങൾക്ക് വിഘ്നങ്ങളായി നിന്നിട്ടുണ്ട്. അമ്മയ്ക്കറിയാം എന്ത് ചെയ്താൽ ഓരോന്നും മുടക്കേണ്ടതെന്ന്. അപ്പോൾ ദേവ പറയുക, ഇതൊക്കെ അമ്മയുടെ ഒരു കുസൃതിയാ, അതങ്ങ് നടന്നോട്ടെ, അത്രയെങ്കിലും അമ്മയുടെ സന്തോഷത്തിന് ഞാൻ ചെയ്യണ്ടേ, അളിയൻ ചെല്ല്. അപ്പോൾ രവിശങ്കർ അങ്ങ് പോയി. അപ്പോൾ ദേവ ഇങ്ങനെ ഒന്ന് ആലോചിച്ചൊന്ന് ചിരിക്കുകയാണ്. ഇതേസമയം കനകവും കൺമണിയും അടുക്കള ജോലിയിലാണ്. അപ്പോൾ കനകം കൺമണിയോട് പറയാ, കൺമണി, ഞങ്ങളുടെ നാട്ടിലെ ഒരു രാഘവനാശാരിയുണ്ട്. അയാളുടെ വീട്ടിൽ നടന്ന ഒരു രസകരമായ കഥയുണ്ട്. അപ്പോൾ കൺമണി ചോദിക്കുക, അല്ല, ചേച്ചിയുടെ നാട്ടിലുള്ള എല്ലാവർക്കും കഥകളാണോ? പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ. അപ്പോൾ കനകം പറയാ, നാട്ടുമ്പുറം അല്ലേ, രസമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ കൺമണി പറഞ്ഞു, എന്നാ പറ. അപ്പോൾ കനകം തുടങ്ങി, രാഘവനാശാരിക്ക് ഒരേ ഒരു മോനാ സുദേവൻ. തള്ളയ്ക്കും തന്തയ്ക്കും കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ചെക്കന് കല്യാണാലോചന വന്ന് തുടങ്ങിയപ്പോഴേ അമ്മയുടെ പെരുമാറ്റം ഒന്ന് കാണണം. എവിടെ ചെന്നാലും തള്ളയ്ക്ക് പെണ്ണിനെ പിടിക്കൂല. കണ്ണ് ചെറുതായിപ്പോയി, മൂക്ക് വലുതായിപ്പോയി, വായിൽ പല്ലില്ല, അങ്ങനെ ആരും കാണാത്ത കുറ്റങ്ങൾ തള്ള കണ്ടുപിടിക്കും. അപ്പോൾ കൺമണി ചിരിച്ചുകൊണ്ട് ചോദിക്കുക, അതെന്താ അങ്ങനെ? അപ്പോൾ കനകം പറഞ്ഞു, ദേ, ഈ ചോദ്യം തന്നെയാ നാട്ടുകാർ മൊത്തം ചോദിക്കുന്നത്. അവസാനം രാഘവനാശാരി ഒരു കാര്യം തീരുമാനിച്ചു, ഇനി പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ലാന്ന്. അതുകൊണ്ട് എന്തായി, പിന്നീട് ചെന്ന് കണ്ട പെണ്ണിനെ തന്നെ സുദേവൻ ഇഷ്ടമായി കല്യാണം തീരുമാനിക്കുകയും ചെയ്തു. പെണ്ണിനെ ആണെങ്കിൽ കാണാൻ നല്ല ചന്തവും നല്ല വെളുത്തിട്ട് വട്ട മുഖമൊക്കെ ഉള്ളൊരു പെണ്ണ്, പേര് ശൈലജ. അപ്പോൾ കൺമണി ചോദിക്കുക, ഇതാണോ കഥ? അപ്പോൾ കനകം പറഞ്ഞു, അല്ല, കഥ വരാൻ പോകുന്നതേ ഉള്ളൂ. പെണ്ണും ചെറുക്കനും വീട്ടിൽ വന്ന് കയറി. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് അവർ മുറി കയറി വാതിലടച്ചതും ദേ കിടക്കുന്നു തള്ള താഴെ. കാര്യം എന്താ, ജന്നി ഇളകിയതാ. കൈയും കാലും ഒക്കെ ഇട്ടടിച്ച് തള്ള പൂരത്തോട് പൂരം. നേരം വെളുക്കുവോളം അതങ്ങനെ തന്നെ പോയി. പിറ്റേ ദിവസം തള്ളയ്ക്ക് സുഖമായി. അന്ന് രാത്രിയും പിള്ളേർ കയറി വാതിലടച്ചു. ദേ കേൾക്കുന്നു തള്ളയുടെ ഒരു നിലവിളി. അപ്പോൾ കൺമണി ചോദിച്ചു, എന്താ അത്? അപ്പോൾ കനകം പറയാ, അങ്ങനെ ചോദിക്കേ, തള്ള എന്തോ പേടി സ്വപ്നം കണ്ടതാണെന്ന്. അത് കഴിഞ്ഞ് തള്ള മോനെയും ഭർത്താവിനെ അടുത്തൊന്നും വിടൂല. അന്നത്തെ രാത്രിയും മുടങ്ങി. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒന്നെങ്കിൽ തള്ളയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ തള്ള സ്വപ്നം കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. ഇങ്ങനെ മുടക്കി അവസാനം അവരുടെ ആദ്യ രാത്രി നടന്നത് എങ്ങനെയാണെന്നറിയാവോ? അപ്പോൾ കൺമണി ചോദിച്ചു, എങ്ങനെയാ? ഒരു ദിവസം സുദേവൻ ദേഷ്യം വന്നിട്ട് അമ്മിക്കല്ലെടുത്ത് തള്ളയുടെ തലയടിച്ച് അങ്ങ് പൊട്ടിച്ചു. തള്ള കിടപ്പിലായിപ്പോയി. അതോടെ പ്രശ്നവും അവസാനിച്ചു. അവരുടെ ആദ്യ രാത്രി നടക്കുകയും ചെയ്തു. അപ്പോൾ കൺമണി ചോദിക്കുക, എന്ത് വൃത്തികെട്ട കഥ ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞേ? അപ്പോൾ കനകം പറയാ, എനിക്ക് പ്രാന്തായിട്ട്. ഇടി, നിനക്ക് വല്ല ബോധമുണ്ടോ? ആ തള്ള അന്ന് ചെയ്തതും ഇന്ന് നിന്റെ അമ്മായിയമ്മ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അവർക്കും ഇവർക്കും സൂക്കേട് ഒന്ന് തന്നെയാ. നിങ്ങൾ ഒന്നിച്ച് കിടക്കുന്നത് കണ്ടുകൂടാ. അപ്പോൾ കൺമണി പറയാ, ദേ, അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ കനകം ചോദിക്കുക, ആഹാ, പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞതെന്ന് നീ പറഞ്ഞതാ? ജ്യോത്സ്യന്മാർ പറഞ്ഞു പോലും. നമ്മളാരും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ജ്യോത്സ്യന്മാരല്ലേ? ഇതൊക്കെ ആ തള്ളയുടെ അടവാണെന്നേ. അപ്പോൾ കൺമണി പറഞ്ഞു, അടവാണെങ്കിൽ അടവ്, ഇവിടെയുള്ള കാര്യങ്ങൾ കനകിച്ച് ചർച്ച ചെയ്യണ്ട. അപ്പോൾ കനകം പറഞ്ഞു, നീ നന്നാവൂലടി, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൺമണി പറഞ്ഞു, ദേ കനകേച്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നന്നാക്കണ്ട. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും കാര്യത്തിന് നാവ് വളച്ചാൽ ഞാൻ അച്ഛനോട് പറയും. കനകേച്ചി അപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പോൾ കനകം പറയാം, ആ, നല്ലത് ചിന്തിച്ചതിന് നമുക്കുള്ള കൂലി കിട്ടി. ദേ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ. ഞാൻ ഈ അടുക്കളയിൽ ചെയ്യാനുള്ള ജോലിയും ചെയ്ത് ഞാൻ അങ്ങ് കൂടിക്കോളാം. ഇതും പറഞ്ഞ് അങ്ങ് നടന്നിട്ട് പിന്നെയും തിരിച്ചു വന്നു. എന്നിട്ട് പറയാ, ഡി, നീ നോക്കിക്കോടി പെണ്ണേ, നീയും ആ സാറും തമ്മിൽ ഒരു മുറിയിൽ കിടക്കാൻ ആ തള്ള സമ്മതിക്കില്ല. അനുഭവിക്കാൻ തീരുമാനിച്ച് നിന്നോടേ പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, കുറേ കാലം കഴിയുമ്പോഴേ സാറോ നീയോ ആരെങ്കിലും പ്രതികരിച്ച് തുടങ്ങിക്കോളും. ഞാൻ എൻ്റെ ജോലി നോക്കി ഇവിടെ അങ്ങ് കൂടിക്കോളാവേ. ഇതേസമയം മൂവർ സംഘം ഒത്തുകൂടിയിരിക്കുകയാണ്. അനന്യ പറയാ, ഞാൻ കരുതിയില്ല അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. എന്തായാലും അമ്മ കലക്കി സ്വപ്നെ. അപ്പോൾ സ്വപ്ന പറയാ, പറഞ്ഞതമ്മയാണെങ്കിലും ബുദ്ധി എൻ്റെയാ. അപ്പോൾ തനുജ പറയാ, സത്യമായും ഈ ബുദ്ധിക്ക് പൊന്നിൻ്റെ ഒരു മോതിരം ഞാൻ നിനക്ക് ഇട്ട് തരുന്നുണ്ട്. ഉടനെ സ്വപ്ന, എന്നാ പിന്നെ ഇങ്ങ് ഇട്ടുതാ എന്ന് പറഞ്ഞ് കൈ നീട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തനുജ പറയാ, ഒരു പഴഞ്ചൊല്ല് പറയാനും സമ്മതിക്കില്ല. ആർത്തി കാണിക്കുന്ന കണ്ടില്ലേ, ഞാൻ എവിടെ നിന്ന് തരാനാ സ്വർണ്ണ മോതിരം? അപ്പോൾ അനന്യ പറഞ്ഞു, അത് വിട്, ദേ, നമ്മുടെ ഉദ്ദേശം എന്താ അത് പറ. അപ്പോൾ തനുജ പറയാ, ഇനി എന്തുദ്ദേശം? ഇന്നെന്തായാലും ആദ്യ രാത്രി നടക്കില്ല. നാളെ എന്തെങ്കിലും പുതിയ വഴി കണ്ടുപിടിക്കണം. അപ്പോൾ സ്വപ്ന പറയാ, അമ്മ പറഞ്ഞതനുസരിച്ച് ഇന്ന് ദേവിയും കൺമണിയും തമ്മിൽ കാണാൻ പാടില്ല. കൺമണി ദേവയുടെ മുറിയിൽ ഉറങ്ങാനും പാടില്ല. പക്ഷേ ഇതൊക്കെ ലംഘിച്ച് കൺമണി ദേവയുടെ മുറിയിൽ എത്തിയാലോ? അപ്പൊ അനന്യ പറയാ, ഓ പിന്നെ
അവൾ ഇപ്പം തന്നെ മുറി അടച്ച് കുറ്റിയിട്ടിട്ടുണ്ടാവും. ജോത്സ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവളത് അപ്പം തന്നെ അനുസരിക്കും. പിന്നെ അമ്മ കൂടി പറഞ്ഞതാവുമ്പോൾ. അപ്പോൾ സ്വപ്ന പറയാ, അമ്മ പറഞ്ഞത് അവൾ ധിക്കരിക്കില്ല, പക്ഷേ അമ്മ പറഞ്ഞത് അവൾ ധിക്കരിച്ചാലല്ലേ രസം. അപ്പോൾ തനുജ് ചോദിക്കുക, നീ ഇതെന്തൊക്കെയാ പറഞ്ഞു വരുന്നത് സ്വപ്ന? അപ്പോൾ സ്വപ്ന പറയാ, കൺമണി അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കും. അവൾ ഇന്ന് രാത്രി ദേവയുടെ മുറിയിൽ പോകുന്നു, അവനെ കാണുന്നു, അവനോട് സംസാരിക്കുന്നു. അമ്മ ഇത് കാണുന്നു. അപ്പോൾ തനുജ പറയാ, ആ നല്ല സ്വപ്നം, പക്ഷേ ഇത് നടക്കൂല. അപ്പോൾ സ്വപ്ന പറയാ, നടക്കും, അതിൻ്റെ ചുമതല അനന്യയ്ക്ക. അപ്പോൾ അനന്യ പറയാ, ദേ വരുന്നു എൻ്റെ നേർക്ക്, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ സ്വപ്ന പറയാ, സിമ്പിൾ, ഇന്ന് രാത്രി കൺമണി ഉറങ്ങിക്കിടക്കുമ്പോൾ നീ അവളെ ചെന്ന് വിളിക്കണം, ദേവിക്ക് ഒട്ടും സുഖമില്ലാന്ന് പറയണം. അപ്പോൾ അവൾ എഴുന്നേറ്റ് ദേവിയുടെ മുറിയിലേക്ക് പൊയ്ക്കോളും. ആ സമയത്ത് അത് അമ്മയെ ചെന്ന് അറിയിക്കേണ്ട ചുമതല തനുജയ്ക്ക. നീ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അമ്മയെ പോയി വിളിക്കണം, കൊണ്ടുപോയി അവരെ രണ്ടുപേരെയും കാണിക്കണം. അപ്പോൾ അനന്യ ചോദിക്കുക, ആഹാ, ഞങ്ങളെ രണ്ടുപേരെയും കൃത്യമായിട്ട് ഒരു കുരുക്കിൽ കൊണ്ടുപോയി ചാടിച്ചു, എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സ്വപ്നം പറയാ, അതേ, ബുദ്ധിയില്ലാത്ത നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ മേയിച്ചോണ്ട് നടക്കുന്നത് തന്നെ വലിയ പണിയാ. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പുതിയ ഐഡിയകൾ കണ്ടുപിടിക്കും, അത് പ്രാക്ടിക്കലാക്കുന്നതും കളത്തിലിറങ്ങുന്നതും നിങ്ങൾ. അപ്പോൾ അനന്യ പറഞ്ഞു, ദേ എനിക്ക് പറ്റില്ല. തനുജയും പറഞ്ഞു, എനിക്കും പറ്റില്ല. അപ്പോൾ സ്വപ്ന രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.